ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സോ നമ്മൾ ആ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണ് ഇന്ന്. ആൻഡ് ഫസ്റ്റ് പോർഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക വാട്ടർ പൊല്യൂഷൻ ആയിരിക്കും. അത് വാട്ടർ പൊല്യൂഷനും അതിനെ സംബന്ധിച്ച് വരുന്ന ഡിസീസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം അല്ലെ. ബേസിക്കലി ഇവിടെ ഞാൻ സ്പേസ് വിട്ടിട്ടുള്ളത് എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറയാനാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ജസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലും ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വാട്ടറിൽ വന്ന് മിക്സ് ആവുകയൊക്കെ ആവുകയാണെന്ന് എന്താണ്, അതാണ് വാട്ടർ പൊല്യൂഷൻ. എന്താ വാട്ടർ പൊല്യൂഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, ഈ സൈഡ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ആൻഡ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട അപ്പോൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ കാരണം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അഥവാ ഡിസീസസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദ വാട്ടർ പൊല്യൂഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡിസീസ് ആണ് കോളറ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ കുറേ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇരുന്ന് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് ആ ഉപകാരപ്പെടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് ഒരു പെന്നും പേപ്പറും ഒപ്പം എടുത്തിട്ട് ഈ ഒരു വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. കാരണം നിങ്ങൾക്ക് യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെ വേണം. ഇന്ന് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡിസീസ്, അതിൻ്റെ കോസ് എന്താണ്, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റം. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. അതായത് എക്സാമിന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. എന്താണ് ഡിസീസ്, അതിൻ്റെ കോസ് എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, ഈ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ ഡിസ്കസ് ചെയ്യുന്നത് കോളറേനെ പറ്റിയാണ്. കോളറയുടെ റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസ് എന്താ നമുക്ക് നോക്കാം അല്ലേ. കോളറ എങ്ങനെയാണ് വരുന്നത്? വാഷിംഗ് ഓർ കൺസ്യൂമിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ ഈറ്റിംഗ് ഫുഡ് വാഷ്ഡ് ഓർ ഇറിഗേറ്റഡ് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ. അതായത് ശുദ്ധമല്ലാത്ത ജലം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ചെയ്യുകയോ നിങ്ങൾ തന്നെ കുളിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഒരു കൺസ്യൂം ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ, നമ്മുടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകിയിട്ട് അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരാം, കോളറ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കൺസ്യൂം ചെയ്യുകയോ അതിൽ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ വാഷ് ചെയ്ത ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കുകയൊക്കെ ആണെങ്കിലാണ് എന്ത് വരിക, കോളറ വരാനുള്ള ചാൻസ്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് വൊമിറ്റിംഗ് വരാം, ഹെഡ് ഏക്ക് വരാം, അതേപോലെ തന്നെ അബ്ഡോമിനൽ ക്രാംസ്, അതായത് വയറുവേദനയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഛർദി വരാം, തലവേദന വരാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, വയറിന് ചെറിയ വേദനകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് കോളറയുടെ കാരണങ്ങളായിട്ട് സിംറ്റംസ് ആയിട്ട് പറയും. സോ കോളറ എന്താണ് അസുഖം എന്ന് കോളറ എഴുതുന്നു, അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ് എന്ന് പറഞ്ഞ് എഴുതുക. അതേപോലെ തന്നെ കോസസ് എന്ന് പറഞ്ഞിട്ട് കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ കൺസംഷൻ എന്ന് എഴുതിക്കുക. ഓക്കെ, ഇതേ രീതിയിൽ വേണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാത്തിനും നിങ്ങൾ എഴുതി വെക്കാൻ കേട്ടോ. ദെൻ അടുത്ത വരുന്നതാണ് ഡയറിയ എന്ന് പറയുന്നത്. സോ ഡയറിയ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആദ്യം അതിൻ്റെ തന്നെ റീസൺസ് നോക്കാം അല്ലേ. സോ റീസൺസ് എന്ത് വരാം, intestinal infection or food poisoning by drinking contaminated water with pathogens from animal or human waste. Animal or human വേസ്റ്റിൽ നിന്നും വരുന്ന പാത്തോജൻസ് എന്ത് ചെയ്യാണ്, നമ്മുടെ വാട്ടറുമായി മിക്സ് ആയിട്ട് അങ്ങനെ വാട്ടർ കണ്ടാമിനേറ്റഡ് ആകുന്നു. ഇവിടുത്തെ റീസൺ നോക്കണം, എനിമൽ ഓർ ഹ്യൂമൻ വേസ്റ്റിൽ നിന്നും വരുന്ന പാത്തോജൻസ് ആണ് എന്ത്, ഇവിടെ വാട്ടർ കണ്ടാമിനൻ്റ് ആയിട്ട് വരുന്നത്. ആ വാട്ടർ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡയറിയ വരും. ഇനി എന്തൊക്കെയാണിത് വന്നാലുള്ള പ്രശ്നങ്ങൾ അഥവാ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാ, ഫ്രീക്വന്റ് ആൻഡ് വാട്ടറി ബോവലിനായിരിക്കും പറയും. ബോവൽ മൂവ്മെന്റ്സ് എന്തായിരിക്കും, ഫ്രീക്വന്റ് ആയിട്ട് വരും, അതായത് ലൂസ് മോഷൻ ഉണ്ട്. അപ്പോൾ വയറിളക്കം നമ്മൾ പറയും. സോ വയറിളക്കമായിരിക്കും എന്തിൻ്റെ എഫക്റ്റ്, ഡയറിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡയറിയ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഹ്യൂമൻ അഥവാ എനിമൽ വേസ്റ്റ് നിന്ന് വരുന്ന പാത്തോജൻസ് നമ്മുടെ വാട്ടറുമായി മിക്സ് ആയിട്ട് വാട്ടർ കണ്ടാമിനേറ്റഡ് ആകുന്നു. ആ വാട്ടർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ വാഷ് ചെയ്തെടുത്ത ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യണം. ഭക്ഷണം ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുവഴി എന്ത് വരാം, ഡയറിയ വരാം. വന്നു കഴിഞ്ഞാലുള്ള സിമ്പിൾ എന്ന് പറയുന്നത് സിംറ്റംസ് എന്തൊക്കെയാണ്, നമുക്ക് ലൂസ് മോഷൻ അഥവാ ആ ഒരു രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഡയറിയ. അടുത്താണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ടൈഫോയിഡ് നമ്മൾ അധികം പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിലും വാട്ടർ പൊല്യൂഷൻ്റെ ഒരു കാരണമായിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു ബാക്ടീരിയ നോക്കിയത് അതാണ് ട്ടോ. അതായത് സാൽമണല്ല ടൈഫോസ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ടൈഫോയിഡ് നമുക്ക് ഉണ്ടാക്കുന്നത്. സോ ആ ഒരു പേര് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. സാൽമണല്ല ടൈഫോസ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്,
ഈ പറയുന്ന ടൈഫോയിഡ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ. ആ ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിലൂടെയാണ് നമ്മുടെ അകത്തേക്ക് എത്തുന്നത്. ആൻഡ് ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക? അക്യൂട്ട് ആയിട്ടുള്ള ഇൻറ്റെസ്റ്റിനൽ അൾസറേഷൻ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, ദെൻ നൗസിയ, അതേപോലെ തന്നെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശക്കില്ല, അതായത് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല. ദെൻ ഹെഡ് ഏക്ക്, തലവേദന. നൗസിയ എന്ന് പറയുമ്പോൾ ഡിസ്കംഫർട്ട്, മൊത്തത്തിലൊരു അസ്വസ്ഥത. അതായത് നമുക്ക് എന്ത് പറയാം, വയറിന് പ്രശ്നങ്ങൾ വരും, തലവേദന വരാം, വിശപ്പില്ലായ്മ, അതായത് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മൊത്തത്തിൽ നമുക്കൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരിക, ടൈഫോയിഡിൽ വരിക. ആൻഡ് എങ്ങനെ അത് വരുമെന്ന് പറഞ്ഞത്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡ്രിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ കൺസംഷൻ എങ്ങനെയെങ്കിലും നമ്മുടെ അകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വഴിയാണ് എന്ത് വരിക, ടൈഫോയിഡ് വരിക. അതിനുള്ള ബാക്ടീരിയയുടെ കാര്യം മറക്കരുത്, സാൽമണല്ല ടൈഫോസ എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയാണ് എന്തിന് കാരണമായിട്ട് വരുന്നത്, ടൈഫോയിഡിന് കാരണമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തതാണ് അമിയോബയാസിസ് എന്ന് പറയുന്നത്, അഥവാ ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയും. അമിയോബയാസിസ് അഥവാ ട്രാവലേഴ്സ് ഡയറിയ, ഈ രണ്ട് പേരും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ രണ്ട് പേരും മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഇതിനുള്ള റീസൺ നോക്കാം അല്ലെ. സോ ഇതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത്, കൺസ്യൂമിങ് വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് അമിയോബ പ്രോട്ടോസോവ. സോ അമിയോബ പ്രോട്ടോസോവ എന്ന് പറയുന്ന ആ ഒരു വൈറസ് ഉള്ള വാട്ടർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതുവഴിയാണ് എന്ത് വരിക, ട്രാവലേഴ്സ് ഡയറിയ അല്ലെങ്കിൽ അമിയോബയാസിസ് എന്ന് പറയുക. അമിയോബ പ്രോട്ടോസോവ, പേര് ആലോചിച്ച് വെക്കുക കേട്ടോ. അമിയോബ പ്രോട്ടോസോവ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വൈറസ് നിങ്ങളുടെ വാട്ടറിൽ കണ്ടാമിനേറ്റഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ വാട്ടർ നിങ്ങൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, ട്രാവലേഴ്സ് ഡയറിയ അഥവാ അമിയോബയാസിസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. അതായത് ലാർജ് ഇൻഡസ്ട്രീനെയാണ് എഫക്റ്റ്, അതായത് അതിൻ്റെ എഫക്റ്റ് വരിക. ആൻഡ് അതേപോലെ തന്നെ ലിവറിനെയാണ് ബാധിക്കുക. സോ ലാർജ് ഇൻഡസ്ട്രൈൻ ആൻഡ് ലിവറിനെയാണ് ഇത് ഇമ്പാക്ട് വരുത്തുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് സിവിയർ ആയിട്ടുള്ള ഡയറിയ വരും. ഇത് എന്താ പറയുക, വയറിളക്കം അഥവാ ലൂസ് മോഷൻ, നിങ്ങൾക്ക് സിവിയർ ആയിട്ട് ലൂസ് മോഷൻ ഉണ്ടായിരിക്കും, ബ്ലഡ് അടക്കം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ട്രാവലേഴ്സ് ഡയറിയ അഥവാ അമിയോബയാസിസ് എന്ന് പറയും. ഇത് നമ്മൾ നോൺ ട്രീറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഹൈജീന് തീരെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴൊക്കെയാണ് എന്ത് വരാൻ ചാൻസ്, ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയും. അതുകൊണ്ടാണ് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയുന്നത്. കാരണം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വൃത്തിയിലുള്ള സ്ഥലത്ത് നിന്നും ഭക്ഷണം കിട്ടണം എന്നില്ല. സോ അതുകൊണ്ടാണ് ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയും. അടുത്തത് ഡിസെൻട്രി ആണ്. ഡിസെൻട്രി എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. അതായത് ട്രാവലേഴ്സ് ഡയറിയയുടെ അതേ എഫക്റ്റ് തന്നെയാണ് പറയുന്നത്. നമ്മുടെ അബ്ഡമൽ വയറിന് വേദന ഉണ്ടാവും, ചെറിയൊരു പനി ഉണ്ടാവാം, വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതും തന്നെയാണ്, ബ്ലഡ് മ്യൂക്കസ് ഒക്കെ നിങ്ങളുടെ ലൂസ് മോഷനിൽ വരാം. ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ തന്നെയാണ് ഇതിനും റീസൺ ആയിട്ട് പറയുന്നത്. സോ ഡൈസെൻട്രിയും നിങ്ങൾ എന്തുമായിട്ട് കമ്പയർ ചെയ്താൽ മതി, ട്രാവലേഴ്സ് ഡയറിയയുടെ സിമിലർ ആയിട്ട് കമ്പയർ ചെയ്താൽ, എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്താണ് ക്യാൻസർ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കുടിച്ചാൽ ക്യാൻസർ വരും. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കണ്ടിന്യൂസ് ബേസിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം അല്ലേ. സോ കെമിക്കൽസ്, അതായത് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നിങ്ങൾ കണ്ടിന്യൂസ് ബേസിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം വഴുകാണ്ട് തന്നെ ഇത് വരും, ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ ക്ലോറിനേറ്റഡ് വാട്ടർ എന്ത് ചെയ്യും, ക്യാൻസർ ട്യൂമേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് ഉണ്ടാക്കുകയും അത് പിന്നീട് അങ്ങോട്ട് ക്യാൻസറായി മാറുകയൊക്കെ ചെയ്യും. സോ ക്ലോറിനേറ്റഡ് വാട്ടർ ആണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ആൻഡ് സിംറ്റംസ് എന്താണ്, ക്യാൻസറിൻ്റെ സെയിം സിംറ്റംസ് ആയിരിക്കും വരുന്നുണ്ടാവും. ഇനി അടുത്താണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് എന്താണ്, നമുക്കറിയാം വാട്ടർ ബോൺ ഡിസീസിൽ വരുന്നത് തന്നെയാണ് അല്ലേ. അതിനുള്ള കാരണം എന്താ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ പേര് നിങ്ങൾ ആലോചിച്ചോലെ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ് എന്ത് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇത് ലിവറിനെയാണ് ബാധിക്കുന്നുണ്ടാവുക. ബാക്കി എല്ലാവരും വയറിനെയാണ് എഫക്റ്റ് വരുന്നത്. ഇവിടെ വയറുവേദന വരുമ്പോൾ ലിവറിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് വരുന്നത്. ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ട്, അതായത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനൊക്കെ ഒരു ചാൻസ് ഉള്ള ഒരു അസുഖമാണ് എന്ത്, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ള വാട്ടർ നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ അതിൽ കഴുകിയെടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയോ ചെയ്യുമ്പോഴാണ് എന്ത് വരിക, ഈ അസുഖം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് വയറുവേദന, അതേപോലെ ജോണ്ടിസ്, ഡിപ്രഷൻ, ഫാറ്റീഗ്, വെയിറ്റ് ലോസ്, ഇതൊക്കെ കാരണങ്ങളായിട്ട് പറയാം. അതായത് മൊത്തത്തിൽ നമുക്ക് എന്ത് വരും, ഒരു ക്ഷീണം, വയ്യായ ആ ഒരു രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസിന് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി അടുത്തതാണ് ഇൻറ്റെസ്റ്റിനൽ വേംസ് എന്ന് പറയുന്നത്. സോ ഇൻറ്റെസ്റ്റിനൽ വേംസ് എന്ന് പറയുന്നത്
നിലവിൽ നമ്മൾ പഠിക്കുന്നതിലുള്ള അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെയാണ് കേട്ടോ. അതായത് ചെറിയ കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇൻറ്റെസ്റ്റൈനൽ വേംസ് കണ്ടുവരുന്നത്. എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാം. അതായത് നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുവഴി നമുക്ക് ഇൻറ്റെസ്റ്റൈനൽ വേംസ്, അതായത് വിബ് വേംസ് ഉണ്ട്, ഹൂക്ക് വേംസ്, അതേപോലെ തന്നെ റൗണ്ട് വേംസ്, ഹെൽമിൻറ്റസ് എന്ന് പറയുന്ന പല രീതിയിലുള്ള വേംസ് ഉണ്ട്. ഇത് നമ്മുടെ ആ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ നമ്മുടെ അകത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? റിട്ടാർഡഡ് ഗ്രോത്ത്, അതായത് വളർച്ച മുരടിക്കുക എന്നൊക്കെ പറയില്ല, വളർച്ച നിൽക്കും, അനീമിയ, മാൽ ന്യൂട്രീഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതായത് ചെറിയ കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കേട്ടോ. എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് ആ ഒരു മീത്ത് പിടിക്കാത്തൊരവസ്ഥ. നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബട്ട് എന്ത് ചെയ്യില്ല, നല്ല തടിയും തടിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ. അതായത് കുട്ടികൾക്ക് എന്ത് ചെയ്യും, ആവശ്യമായിട്ട് ന്യൂട്രീഷൻ കിട്ടില്ല. ഈ വേംസ് എന്ത് ചെയ്യും, ഇതെല്ലാം കൺസ്യൂം ചെയ്യും. അതാണ് ഇൻറ്റെസ്റ്റൈനൽ വേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കുട്ടികളിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. സോ ഇൻറ്റെസ്റ്റൈനൽ വേംസ് എന്ന് പറയുന്നത് പാരസൈറ്റ്സ് വഴി വരുന്നതാണ്. എങ്ങനെയാണ്? ഡ്രിങ്കിങ് വാട്ടർ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ അതിൽ കഴുകിയെടുക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയോ വഴി വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് എന്തിലാണ്? കുട്ടികളിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ഇനിയും കുറച്ചും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, വാട്ടർ ബോൺ ഡിസീസും കാര്യങ്ങളും. ആൻഡ് വീഡിയോ കൊണ്ട് ലെങ്ത് അധികം കൂട്ടുന്നില്ല എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തുന്നത്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലിയർ അല്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതുകൂടി ക്ലിയർ ആക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അധികം വൈകാണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.